മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി പാണക്കാട് വീണ്ടും ഓണക്കാഴ്ചയ്ക്ക് സാക്ഷിയായി. വർഷങ്ങളായി തുടരുന്ന പതിവ് തെറ്റിക്കാതെ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ പ്രതിനിധി സംഘം ഓണക്കാഴ്ചകളുമായി പാണക്കാടെത്തി. ഓണക്കോടി, ശർക്കര വരട്ടി, പായസം, ഉണ്ണിയപ്പം, വൃക്ഷത്തൈകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഓണക്കാഴ്ചകൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്കും തന്ത്രിയുടെ പ്രതിനിധികൾ ഓണസമ്മാനവും ആശംസകളും കൈമാറി. കഴിഞ്ഞ വർഷം സമാധാനത്തിന് പ്രതീകമായി ഒലിയുത്തൈ സമ്മാനിച്ച തന്ത്രി ഇത്തവണ ഫലസമൃദ്ധിയുടെ പ്രതീകമായ മാവിൻ തൈയാണ് നൽകിയത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ഈ കൈമാറ്റം പാണക്കാട്ടെ ഓണാഘോഷങ്ങൾക്ക് വേറിട്ട അർത്ഥം പകർന്നു. കേരളത്തിന്റെ മതസൗഹാർദ്ദവും മാനവിക ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ പാണക്കാട് കുടുംബവും സാദിഖ് അലി ശിഹാബ് തങ്ങളും വഹിക്കുന്ന പങ്കിനെ തന്ത്രിയുടെ ഓണസന്ദേശത്തിൽ പ്രത്യേകം പ്രകീർത്തിച്ചു. ഓരോ പ്രോഗ്രാമിനും തന്ത്രി അവർ ഏത് തിരക്കുകൾ മാറ്റിവെച്ചും പാണക്കാട് നിന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ മഹാനായ തന്ത്രി ഇവിടെ എത്താറുണ്ട്. അത്രയും തിരക്കുള്ളൊരു വ്യക്തിയാണ്. 4000 ക്ഷേത്രങ്ങൾ തന്ത്രിയാവുമ്പോൾ എങ്കിലും ഏതായാലും നിങ്ങൾ ഓണത്തിന് പോകുമ്പോൾ തന്ത്രി അദ്ദേഹം ഇന്നലെ വിളിച്ചോളും പറഞ്ഞ് നാളെ നിർബന്ധമായിട്ട് പോകണം, വേറെ ദിവസം വരരുത്, കാരണം നാളെ നബിദിനായതുകൊണ്ട് രണ്ടും കൂടെ ഒരു മഹത്വം, ആ ഒരു മതേതരത്വ ആയിട്ട് നമുക്ക് പോകണം എന്നുള്ള വാക്കുകൾ, എല്ലാവിധ ഓണാശംസകളും നബിദിനാശംസകളും മഹാനായ തന്ത്രി അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിവിധ മതവിഭാഗങ്ങൾ പരസ്പര വിശ്വാസത്തോടെയും ആദരവോടെയും ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്ന കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന സന്ദേശവും ചടങ്ങിൽ ഉയർന്നു. തെക്കിനിയടത്ത് തരണനെല്ലൂർ തന്ത്രി കുടുംബാംഗമായ ഉണ്ണി നമ്പൂതിരിപ്പാടിന് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുണ്ട്. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും മാനവ സൗഹൃദത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് പാണക്കാട് കുടുംബവും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പിന്തുണ നൽകിയിട്ടുണ്ട്. ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ വിവിധ മതവിഭാഗങ്ങളിലെ ആത്മീയ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. തലയൂർ ഇല്ലം വിനയരാജൻ മൂസത്ത്, ശിവദാസൻ കിഴക്കേപ്പാട്ട, ശശിരാജൻ പനയങ്ങാട്, ഗോപിനാഥൻ മാസ്റ്റർ, ചന്ദ്രൻ പുല്ലുത്തുടി, ബാലകൃഷ്ണൻ നായർ പി കെ, ഗോകുൽജിനാഥ് എന്നിവരാണ് തന്ത്രിയുടെ പ്രതിനിധികളായി ഓണക്കാഴ്ചകളുമായി പാണക്കാട്ടെത്തിയത്. ടി പി അഷ്റഫ് അലി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, പ്രവാസി വ്യവസായി KP സുലൈമാൻ ഹാജി, നസീം പുളിക്കൽ, ഉമ്മർ മാസ്റ്റർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പെരുന്നാൾ വേളയിൽ പാണക്കാട് കുടുംബത്തിന്റെ പ്രതിനിധികൾ തന്ത്രിയെ സന്ദർശിച്ച് പെരുന്നാൾ സമ്മാനങ്ങൾ കൈമാറുന്ന പതിവും വർഷങ്ങളായി തുടരുകയാണ്. ആഘോഷങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ മതങ്ങൾ തമ്മിലുള്ള അകലം കുറച്ച് മനുഷ്യർക്കിടയിലെ അടുപ്പം വർദ്ധിപ്പിക്കുന്ന സൗഹൃദ പാരമ്പര്യമാണ് സമന്വയം 2026 മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ചാനൽ ന്യൂസ് പാണക്കാട്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു അത് ഇതിനൊക്കെ അപ്പുറത്ത് എന്തോ കൂടിയാണ്. സ്വർണം അത് അണിയുന്നവരെ കുറിച്ചാണ്, അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്. Look at her. She's gold. The dreams are gold.